ഹായ് ഫ്രണ്ട്സ്, ട്രൈം അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഒരു വിഷ്വൽ വീഡിയോ ഒന്നുമല്ല ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രകളും ബഹിരാകാശ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്കായിട്ടുള്ള ചെറിയൊരു വീഡിയോയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സയൻസ് ഇഷ്ടപ്പെടുന്നവർ അറിഞ്ഞു കാണുമല്ലോ, സുനിത വില്യംസും കൂട്ടരും 8 ദിവസത്തെ യാത്രയ്ക്കായിട്ട് ബഹിരാകാശത്തേക്ക് പോയി ഏതാണ്ട് 9 മാസത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോയാലോ. 8 ദിവസത്തെ ദൗത്യം, 9 മാസങ്ങളിലേക്ക് നീണ്ട കാത്തിരിപ്പ്, അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് പറന്നിറങ്ങി. മെക്സിക്കൻ ഉൾക്കടൽ സഞ്ചാരികളെ മടിത്തട്ടിലേക്ക് സ്വീകരിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 സ്പ്ലാഷ് ഡൗൺ. ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ 10:30 സുനിതയുമായുള്ള യാത്രാ പേടകമായ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡം പേടകം ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം വേർപെടുത്തുന്നത്. ഇതോടെ 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിതയുടെയും ബുഷ് വിൽമോറിൻ്റെയും മടക്കയാത്ര ആരംഭിച്ചു. രാവിലെ 8:30 ഹാച്ചിങ് ക്ലോഷർ പ്രക്രിയ പൂർത്തിയായി. 2 മണിക്കൂറിന് ശേഷമാണ് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച ഡ്രാഗൺ പേടകം പുലർച്ചെ 3:27 ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങി. 18/3/2025 ഇന്ത്യൻ സമയം 3:27 ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ഡ്രാഗൺ പേടകം ഇറങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച പേടകം വീണ്ടെടുത്ത് യാത്രികരെ പുറത്തെത്തിച്ചു. നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രികരാണ് സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും ഒപ്പം പേടകത്തിലുള്ളത്. 2024 ജൂണിലാണ് സുനിതയും ബുഷ് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തെത്തിയത്. ഇവർ പോയ സ്റ്റാർലൈനർ പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെ ഇരുവരും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. ഫെബ്രുവരിയിലെങ്കിലും ഇരുവരെയും തിരികെ ഭൂമിയിലെത്തുമെന്ന് കരുതിയെങ്കിലും യാത്ര വീണ്ടും നീണ്ടു. അങ്ങനെ 287 ദിവസം ബഹിരാകാശത്ത് തുടർന്നു. ഇരുവരും ഈ കാലയളവിൽ സുനിതയും വിൽമോറും 200 ശാസ്ത്രീയ പരീക്ഷണങ്ങളിലാണ് പങ്കാളികളായത്. മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന സുപ്രധാന പഠനവും ബഹിരാകാശ നിലയത്തിൻ്റെ അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടുന്നു. അർത്തമിസ് ഉൾപ്പെടെയുള്ള നിർണായക ദൗത്യങ്ങൾക്ക് സഹായകമാകുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇരുവരും കണ്ടെത്തിയെന്നും നാസ വിശദീകരിക്കുന്നു. സുനിതയും വിൽമോറിനെയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയത് ബോയിങ് കമ്പനിയാണ്. എന്നാൽ തിരികെ കൊണ്ടുവരാൻ അവർക്കായില്ല. ബോയിങ്ങിൻ്റെ ഈ ബലഹീനതയാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നേട്ടമാക്കി മാറ്റിയത്. ഇതോടെ സുനിതയുടെ തിരിച്ചുവരവ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ വിജയം കൂടിയായി മാറുകയാണ്. അതേസമയം ഷോർട്ട് ട്രിപ്പിനായി 2024 ജൂൺ 5 യാത്ര തിരിച്ച സുനിത മടങ്ങി വരുന്നത് ഒരു റെക്കോർഡുമായാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത നടന്നത്. റെക്കോർഡ് സ്വന്തമാക്കിയ ഇക്കഴിഞ്ഞ ജനുവരി 30 നടന്നത് സുനിത 5 മണിക്കൂർ 26 മിനിറ്റ്. അമേരിക്കയുടെ പെഗി വിറ്റ്സണിൻ്റെ റെക്കോർഡാണ് നടത്തത്തിലൂടെ മറികടന്നത്. മടങ്ങിയെത്തിയാൽ കുറച്ചു കാലത്തേക്കെങ്കിലും സവിശേഷ ദിനചര്യങ്ങളാണ് ബഹിരാകാശ യാത്രികരെ കാത്തിരിക്കുന്നത്. സൂക്ഷ്മ നിരീക്ഷണത്തിലാകും സുനിത വില്യംസും സംഘവും. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രൈം അച്ചീവേഴ്സ് ചാനൽ. ബൈ.